അപ്പം ശരിക്കും എങ്ങനെയാണ് ഒരാളിൽ ഈ തകിട് പ്രവർത്തിക്കുന്നത്? തകിട് മാത്രമല്ല, ഈ ധനലക്ഷ്മി യന്ത്രം എന്നൊക്കെ പറയുന്ന പോലുള്ള സാധനങ്ങൾ, അതുപോലെ മറ്റു പല ടൂളുകളും ഉണ്ടല്ലോ. ഇപ്പം എനിക്കൊന്നു നമ്മുടെ രുദ്രാക്ഷം പോലുള്ള ഒരുപാട്, ഇപ്പം കുറച്ച് നാൾ മുമ്പ് ഒരു മാല ഭയങ്കര ട്രെൻഡിങ് ആയി, കരിങ്ങാലി മാല. ശിവകാർത്തികൻ, മോഹൻലാൽ പോലെ അങ്ങനെ ഒരുപാട് നടന്മാർ അത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ട്. ധനുഷ് അങ്ങനെ ധനുഷ്, അതെ അതെ. അതുപോലെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, കരിങ്ങാലി എന്ന് പറയുന്നത് നമ്മളൊരു ആയുർവേദ വിധി പ്രകാരമുള്ള ഒരു മെഡിസിനാണ്. ഇത് നമ്മുടെ ശരീരത്തിനെ കൂൾ ചെയ്യാൻ നമ്മൾ കഴുത്തിൽ ഇടുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഇത് നമ്മളെ ബുദ്ധിയെ ക്ലിയർ ചെയ്യിക്കാനൊക്കെ സഹായിക്കും. ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇതേപോലെ ഈ തകിട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തകിടിൽ വെറും നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ നമ്മൾ എഴുതി കൊടുക്കുമല്ലോ. ഒന്നാമത്തത് ഇതിനകത്ത് നമ്മൾ മന്ത്രസ്പന്ദനങ്ങളുണ്ട്. ഇത് ആൾക്കാരെ സ്വാധീനിക്കും. അത് നമ്മൾ ശബ്ദതരംഗങ്ങളാണല്ലോ, അത് സ്വാധീനിക്കും. രണ്ടാമത്തത് ഈ ലോഹത്തിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ തേക്കുന്നതായിട്ടുള്ള മരുന്നുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എഫക്റ്റ് ആവുകയും നമ്മുടെ ശരീരത്തിലാണല്ലോ ഇടുക. ഓരോ യന്ത്രങ്ങൾ ധരിക്കുന്നതിന് ശരീരത്തിൽ ഓരോരോ ഭാഗങ്ങളും പറയുന്നുണ്ട്. ഇപ്പം എല്ലാവരും ഇപ്പോൾ തകിട് വാങ്ങി കഴുത്തിലാണ് കെട്ടുക. കയ്യിൽ കൈ തണ്ടയിൽ കെട്ടേണ്ടതുണ്ട്, ഇവിടെ ഈ ഭാഗത്തായിട്ട് കെട്ടേണ്ടതുണ്ട്, കഴുത്തിൽ കെട്ടേണ്ടതുണ്ട്, അരയിലിടേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോരോ യന്ത്രങ്ങൾക്ക് ഓരോന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നമ്മുടെ കേരളീയ സമ്പ്രദായത്തിൽ, താന്ത്രിക സമ്പ്രദായത്തിലുണ്ട്, നമ്മൾ ഒരാളുടെ തലയുടെ ചുറ്റിന് തലച്ചുറ്റെടുക്കുക എന്നൊക്കെ പറയും. നമ്മൾ തലയുടെ ഒരു മൊത്തം വൃത്താകൃതി ഉണ്ടല്ലോ, ഈ ഒരു അളവെടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഒരാൾക്ക് വേണ്ടുന്നതായിട്ടുള്ള സകലമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസ പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ കൂടെ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവും. ഇതിനെല്ലാം ഓരോരോ തകിട് മേത്ത് മൊത്തം ഇടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവസാനം മേല് മുഴുവൻ തകിടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ സർക്കിൾ ഒരു റേഡിയസ് നമ്മളെ തലയുടെ ചുറ്റളവ് എടുത്തിട്ട് അതിനകത്ത് ഇയാൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഓരോരോ തകിടുകൾ എഴുതി, അതിന് ചില ക്രമമുണ്ട്. അതായത് ചില ദേവതാക്രമങ്ങൾ ചിലതിൻ്റെ കൂടെ കൂടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഡെപ്തിലുള്ളൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ ഈ മാന്ത്രിക ക്രിയകളിലൊക്കെ ഇതിങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ശൈവ സമ്പ്രദായത്തിലുള്ള ഒരു യന്ത്രം, ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ മഹാമൃത്യുഞ്ജയ യന്ത്രത്തിൻ്റെ കൂടെ നമ്മൾ ചില ശാക്ത യന്ത്രങ്ങളെ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭഗവതി വിധാനത്തിലുള്ള ചില യന്ത്രങ്ങൾ, ഇതിൻ്റെ കൂടെ എല്ലാ യന്ത്രവും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഓരോ യന്ത്രങ്ങൾക്ക് കൂടെ ചേരുന്നത്, ഇപ്പോൾ ഒരാൾക്ക് അസുഖം മാറാനാണെങ്കിൽ മൃതസഞ്ജീവിനി യന്ത്രമോ, പിന്നെ അതിൻ്റെ കൂടെ രോഗശാന്തികര യന്ത്രം എന്നൊക്കെ പറയുന്നത് നവഗ്രഹങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഗ്രഹശാന്തി ചെയ്യുന്ന യന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചില ഗ്രഹങ്ങൾ പാപസ്ഥാനത്ത് നിൽക്കുകയും നീചസ്ഥാനത്ത് നിൽക്കുകയും ശത്രുസ്ഥാനത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ ഗ്രഹങ്ങളെ ഒന്ന് ശാന്തി ചെയ്യാനായിട്ടുള്ള ഗ്രഹശാന്തി യന്ത്രം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ കറക്റ്റാക്കി എടുത്തിട്ട് എഴുതുകയാണെങ്കിൽ ഇയാളുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാവുന്ന രീതിയിൽ ഇടാവുന്ന ക്രമങ്ങളുമുണ്ട്. അത് ഒറ്റത്തകിടിൽ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർക്ക്. പിന്നെ ചില പെർട്ടിക്കുലർ കാര്യത്തിന് ആ പെർട്ടിക്കുലർ ആവശ്യത്തിലുള്ള തകിടുകൾ എഴുതണം. നമ്മൾ പൊതുവേ കണ്ടു പരിചയമുള്ളത് മുഴുവൻ ഈ വെള്ളിയും സ്വർണവും ചെമ്പുമാണ്. ഇത് മാത്രമല്ല യന്ത്രങ്ങളുടെ ക്രമം. ഇപ്പം മഹാലക്ഷ്മിയുടെ എന്തോന്ന് ചോദിച്ചു, മഹാലക്ഷ്മി യന്ത്രം അത് ഇതുപോലൊരു ലോഹത്തിലാണ്. അതിപ്പം അഷ്ടലക്ഷ്മികൾ എന്ന് പറഞ്ഞിട്ട് 8 ലക്ഷ്മികളുടെ വിധാനങ്ങളുണ്ട്. ഈ അഷ്ട ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8 വിധത്തിലുള്ള ഐശ്വര്യങ്ങളാണ്. ഈ അഷ്ടൈശ്വര്യത്തെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 8 × 8 = 16 അപ്പോൾ ഷോഡശം 16 ഷോഡശലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്രമം കൂടിയുണ്ട്. അത് തന്ത്രത്തിലെ കുറച്ചുകൂടി രഹസ്യമായിട്ടുള്ളത്. ഈ അഷ്ടലക്ഷ്മി ഫലിക്കാത്ത സ്ഥലത്ത് നമ്മൾ ഷോഡശലക്ഷ്മി യന്ത്രം കൊടുക്കും. അപ്പോൾ അത് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ട്, നമ്മുടെ വിചാരം ഇപ്പം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവുക എന്ന് മാത്രമാണ്. അങ്ങനെയല്ല. ഇപ്പം സന്താനലക്ഷ്മി ഉണ്ട്, അത് സന്താനങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. ഗജലക്ഷ്മി എന്ന് പറയുന്നുണ്ട്, അത് വാഹനത്തെ പ്രദാനം ചെയ്യും. പണ്ട് കാലത്ത് ഗജങ്ങളും അങ്ങനെയൊക്കെയായിരുന്നല്ലോ, അശ്വം ഇതൊക്കെയായിരുന്നല്ലോ വാഹനം. ഇപ്പോഴല്ലേ നമുക്ക് വലിയ വേറെ കാറുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ഓരോ മേഖലകളിൽ, ഇപ്പം മനസമാധാനം, ആത്മീയമായിട്ടുള്ള മേഖല, എല്ലായിടത്തും നമുക്ക് സമാധാനവും സമൃദ്ധിയും ഉണ്ടാക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയാം. കേവലം പൈസ മാത്രമല്ല. ഇപ്പം പൈസ ഒരുപാട് കയ്യിൽ വന്നിട്ട് ഒരു മനസമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. നമുക്ക് ആ പണം കൊണ്ട് ഒരു ഗുണമില്ലാത്ത രീതിയിലാകും. അപ്പം ഇങ്ങനെ ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുന്നത് അത് ചില ആൾക്കാർക്ക് അഷ്ടലക്ഷ്മി ആയിരിക്കും, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ലക്ഷ്മിയിൽ ഏതെങ്കിലും ഒരു വിധാനം മതിയാകും. ചില വ്യക്തികൾക്ക് ഷോഡശലക്ഷ്മി ക്രമത്തിൽ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൽ പൊതുവേ ഞാനിങ്ങനെ ഷോഡശലക്ഷ്മി വിധാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, കാരണം അത് വളരെ രഹസ്യമായിട്ടുള്ള ചില വിധാനങ്ങളാണ്. പിന്നെ ജാതകവശാൽ ചില ആൾക്കാർക്ക് ദാരിദ്ര്യ യോഗം അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില യോഗങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അല്പോത്തമാദി യോഗം പോലത്തെ യോഗങ്ങൾ. അപ്പോൾ അവർക്ക് ആ ജാതകത്തിൽ ഏത് ഗ്രഹമാണ് വീക്കായിട്ടിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആ ഗ്രഹത്തിൻ്റെ ദോഷം മാറാനുള്ള ഗ്രഹശാന്തികര യന്ത്രം എന്നൊക്കെ പറയും. നവഗ്രഹങ്ങളുടെ ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് തണുപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ കൊടുക്കാവുന്ന ക്രമങ്ങളുണ്ട്.